വയനാട് മാനന്തവാടിയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള വെറ്റിനറി സംഘം സംയുക്തമായാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ബന്ദിപ്പൂരിലെ രാമപുരയിലാണ് കേരളത്തിൽ നിന്നുള്ള സംഘം എത്തിച്ചേർന്നത്. അർജുൻ PS കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, വിശദാംശങ്ങൾ. ഏകദേശം 4 മണിക്കൂറിലൂടെ അടുക്കുന്നു ഈ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങിയിട്ട്. അതായത് ആനയുടെ ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തിട്ടുകൊണ്ടാണ് അത്തരത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കർണാടകയിലും കേരളത്തിലും അടക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വെറ്റിനറി ഡോക്ടേഴ്സ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് എന്താണ് മരണകാരണം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഇത്തരം സാഹചര്യം എന്തുകൊണ്ട് നടന്നു എന്നുള്ളത് പഠിക്കുവാൻ വേണ്ടി 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരികയും വേണം. വിദഗ്ധ സമിതി അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ആ വിദഗ്ധ സമിതിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ നമുക്ക് ഫൈനലായി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ കഴിയുള്ളൂ. ഇവിടെ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. അതായത് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഒരു ടൈഗർ റിസർവോയർ ആണ് ഇത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ആ തൊട്ടിപ്പുറത്ത്, അതായത് ഇപ്പൊ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന്റെ കുറച്ച് ഇപ്പുറത്ത് നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. അത്തരത്തിൽ ഉള്ളിൽ പോയി കാര്യങ്ങൾ തിരക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരത്തോടു കൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാകും. എത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടമാണ് നടന്നത്, അല്ലെങ്കിൽ എന്താണ് ആ പോസ്റ്റ്മോർട്ടത്തിലെ റിപ്പോർട്ട് ഇന്ന് തന്നെ വരുമോ എന്നുള്ളതിൽ അനിശ്ചിതത്വമുണ്ട്. ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് വന്നേക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരിക. എന്തിനാൽ തന്നെയും വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഒരു ആനയെ അവിടെ കണ്ടെത്തുകയും, അതായത് മാനന്തവാടിയിൽ വയനാട്ടിൽ കണ്ടെത്തുകയും അത് നേരെ മാനന്തവാടി ടൗണിൽ എത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി ജനങ്ങളിലുണ്ടായി. അതിനുശേഷം ഇത് നേരെ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് താഴേക്ക് ഇറങ്ങിയ ആന മെല്ലെ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ഒരു വാഴത്തോപ്പിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ നിന്നിരുന്ന ആനയെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഐഡന്റിഫൈ ചെയ്യുകയും പിന്നീട് വനപാലകരെ വിവരം അറിയിക്കുകയും ചെയ്തതോടെ വീണ്ടും വനപാലകർ എത്തുകയും അവിടെ സറൗണ്ട് ചെയ്യുകയും ചെയ്തു. അതായത് അത്തരത്തിൽ ആനയുടെ ചുറ്റും കൂടുകയും അത്തരത്തിൽ ആനയെ പിടികൂടാനുള്ള ഒരു നടപടി ആരംഭിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു എത്തരത്തിൽ ആനയെ പിടികൂടുമെന്ന്. മാത്രമല്ല പിന്നീടാണ് മയക്കുവെടി വെക്കാമെന്നുള്ള ഒരു ധാരണയിലെത്തിയത്. അത്തരത്തിൽ 1:30 കൂടി മയക്കുവെടി വെക്കാനുള്ള ഒരു ഓർഡർ കിട്ടിയെന്നാണ് അതിനു മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഓർഡർ വന്നപ്പോൾ 2:30 അതുകൊണ്ട് തന്നെ ആ മയക്കുവെടി വെക്കാനുള്ള സാധ്യത വൈകുന്നേരത്തോട് അടുക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഉള്ള നടപടി ശരിയല്ല. അതായത് രാത്രിയാകുമ്പോൾ തന്നെ ഈ റിസ്ക് പ്രവർത്തനം വലിയ രീതിയിലുള്ള ഒരു ആപത്ത് വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ പിന്നീട് വൈകിട്ടാവുകയും ആ ഒരു സമയത്ത് തന്നെ ആനയ്ക്ക് നേരെ ഒരു വെടി ഉതിർക്കുകയും ചെയ്തു. അതിൽ ഒരു മയക്കുവെടി ഒറ്റത്തവണ മയക്കുവെടി ഉതിർക്കുകയും ചെയ്തു. ആ സമയത്ത് ആന മയങ്ങാത്തത് കൊണ്ട് തന്നെ വീണ്ടും രണ്ടാമതും മയക്കുവെടി ഉതിർക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ മാസം 16-ാം തീയതി തന്നെ ഇത്തരത്തിൽ ആനയ്ക്ക് ഒരു മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 റൗണ്ട് മയക്കുവെടി വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു മരുന്നിന്റെ സെഡേഷൻ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് ആനയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മയക്കുവെടി നിരന്തരമായി വെക്കുമ്പോൾ ആനയ്ക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആനയെ കൊണ്ടുവന്നപ്പോഴും ആനയെ പിന്നീട് മയക്കുവെടി വെച്ച് കഴിഞ്ഞ അടുത്ത നിമിഷം കാണുമ്പോൾ നമുക്കത് വ്യക്തമായിരുന്നു. അതായത് ആന വളരെ ക്ഷീണിതനായിരുന്നു. അത് കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താ നേരങ്ങളിൽ പറയുകയും ചെയ്തു. അതിനുശേഷം കുങ്കി ആനകൾ എത്തിയാണ് ഈ ആനയെ പുറകിൽ നിന്നും തള്ളിക്കൊണ്ട് ലോറിയിലേക്ക് കയറ്റിയത്. ആ ലോറി വരുന്ന ആ സമയത്ത് ആനക്കായുള്ള കുഴി ഒരുക്കുന്ന ഒരു തയ്യാറെടുപ്പിലായിരുന്നു. ആനക്കായുള്ള വഴി ഒരുക്കുന്ന ഒരു തയ്യാറെടുപ്പിലായിരുന്നു. മാത്രമല്ല അവിടെ ഒരു കുഴി ഒരുക്കിയിരുന്നു. അതായത് ലോറി ആ കുഴിയിലേക്ക് ഇറക്കിക്കൊണ്ട് സമാന്തരമായി, ഗ്രൗണ്ടിന് സമാന്തരമായി ആനയ്ക്ക് കയറാൻ പാകത്തിന് ഒരു കുഴി ഒരുക്കിയിരുന്നു. ആ കുഴി ഒരുക്കുന്നതിനും കാലതാമസമുണ്ടായി. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടരുന്നതിനെല്ലാം താമസം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലും അവിടെയും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ആനയെ ലോറിയിൽ കയറ്റുന്നതും പിന്നീട്
അവിടെ നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനുശേഷമാണ് നേരെ മുത്തങ്ങയിലേക്ക് കൊണ്ടുവരുന്നത്. ആ മുത്തങ്ങയിൽ കൊണ്ടുവന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ചികിത്സാ രീതികൾ ആനയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. അത്തരത്തിൽ ആ ഒരു സുരക്ഷാ ക്രമീകരണം നൽകിയോ അല്ലെങ്കിൽ ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകിയിട്ടില്ല എങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കൃത്യവിലോപമായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാകുക. അതിനുശേഷമാണ് ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ആനയെ മാറ്റുന്നത്. എന്നാൽ ആന ചെരിയുകയായിരുന്നു. അത്തരത്തിൽ വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർണാടകയിൽ നിന്നും അത്രയും ദൂരം സഞ്ചരിച്ച് ആന വയനാട് വരെ എത്തുക എന്ന് പറയുന്നത് ആശ്ചര്യകരമാണ്. പ്രത്യേകിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അത്തരത്തിൽ വരുമ്പോൾ കൃത്യമായ ഒരു നിരീക്ഷണം ആവശ്യമാണ്. ഒന്നാമത് ഈ കർണാടക വനം വകുപ്പിന് അതിൽ കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ആ ഒരു സംഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് കേരള അതിർത്തിയിൽ എത്തിയിട്ടും കേരള വനം വകുപ്പ് വേണ്ട വിധത്തിലുള്ള കാര്യത്തിൽ ഈ ആനയുടെ കാര്യം എടുത്തില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതിനുശേഷം ആന നേരെ മാനന്തവാടിയിലേക്ക് എത്തുന്നു. ആ മാനന്തവാടി ടൗൺ എത്തുന്നതിന് മുമ്പേ ആനയെ തടയാനുള്ള ഒരു സാഹചര്യം വനപാലകർക്കുണ്ടായിരുന്നു. എന്നാൽ അതും ആ വനപാലകർ ചെയ്യാത്തത് വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെ നമുക്ക് കരുതാൻ. അതിനുശേഷമാണ് ആന അവിടെ നിലയുറപ്പിക്കുന്നു. പിന്നീട് ഇത്തരത്തിൽ മയക്കുവെടി വെക്കുന്നു. ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിന് സമീപത്ത് നിന്നാണ് അർജുൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കടുവ സങ്കേതത്തിന് ഉള്ളിലായതിനാൽ അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. എന്തായാലും ശ്രീജിത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വലിയ രീതിയിലാണ് വനം വകുപ്പിനെതിരായ പ്രതിഷേധം സമാന്തരമായി നടക്കുന്നത്. അത് കർണാടകയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, കേരളത്തിനകത്തും ഉണ്ടാകുന്നു. തീർച്ചയായും നാം കുറച്ചു മുമ്പ് റിപ്പോർട്ട് ചെയ്ത പോലെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം കേരളത്തിലെ വനംവകുപ്പ് അധികൃതർക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. കാരണം പുതിയ വിവരം അനുസരിച്ച് ഇത്തരത്തിൽ ഈ ആന ചരിയാനുള്ള കാരണം വെള്ളം ലഭിക്കാത്തതായാണ് നിലവിൽ ചൂണ്ടിക്കാട്ടുന്നത്. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. രാവിലെ ഇതൊരു പുഴ കടന്നാണ് ഇത്തരത്തിൽ മാനന്തവാടിയിലേക്ക് എത്തുന്നത്. തുടർന്ന് ഈ പ്രദേശങ്ങളിലൊന്നും വെള്ളമുള്ള മേഖലയിലേക്ക് ഈ ആനയ്ക്ക് പോകാൻ സാധിച്ചില്ല. പിന്നെ ഇടയ്ക്ക് 1 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു വാഴത്തോപ്പിൽ നിന്നും കുറച്ച് വാഴ ഭക്ഷിക്കുന്നത്. അതിനുശേഷം ഈ ആന 6 മണിക്ക് ശേഷം ഈ ആനയെ മയക്ക് വെടിച്ച് 4-5 മണിക്കൂർ നേരമായിരുന്നു ആ പ്രദേശത്ത് തന്നെ നിർത്തിയിരുന്നത്. തുടർന്ന് ഇതിനെ ബന്ദിപ്പൂരിൽ എത്തിക്കുന്ന സമയം വരെ ഇതിന് വെള്ളം നൽകുവാനോ മറ്റ് ഭക്ഷ്യ സാധനങ്ങൾ നൽകുവാനോ വനംവകുപ്പ് അധികൃതർ തയ്യാറായില്ല. ഇത് വലിയ വീഴ്ചയായി തന്നെയാണ് ജനങ്ങൾ കാണുന്നതും പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നതും. അതോടൊപ്പം തന്നെ ഈ സമാനമായ രീതിയിൽ തന്നെ വലിയ വീഴ്ചയാണ് കർണാടകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. റേഡിയോ കോളർ ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടും ഇതിന്റെ സഞ്ചാരപഥം കണ്ടെത്താൻ ഈ കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞില്ല. അത്തരത്തിൽ ഇരു വനംവകുപ്പ് അധികൃതരുടെയും വീഴ്ച കൊണ്ടാണ് നിലവിൽ ഒരു തണ്ണീർ കൊമ്പൻ എന്ന ആന ചരിഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായി തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ രാവിലെ പറഞ്ഞതുപോലെ വലിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ക്യാമ്പയിനാണ് കർണാടകയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിന്റെ വനംവകുപ്പ് അധികൃതർക്കെതിരെ. മുൻപും ഇത്തരത്തിൽ ഈ കേരളത്തിലെ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മയക്കുവെടി വയ്ക്കുമ്പോൾ നിരന്തരം വന്യജീവികൾ മരണപ്പെടുന്ന സാഹചര്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് കരടിയെ ഇത്തരത്തിൽ മയക്കുവെടി വെച്ചപ്പോൾ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് കണ്ണൂരിൽ പരിശോധിക്കുമെന്ന് തന്നെയാണ് വനം മന്ത്രി അറിയിച്ചിരിക്കുന്നതും ഇതിനായി തന്നെയാണ് വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നതും.